ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ വ്യോമസേന പാകിസ്ഥാന് നല്ല കനത്ത തിരിച്ചടി നൽകി. അറഞ്ചം പുറഞ്ചം അടിച്ചിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും ഭയങ്കരമായൊരു തിരിച്ചടി നൽകി എന്നുള്ളൊരു വാർത്തയാണ് കേൾക്കുന്നത്. എന്താണത്? ഈ പാകിസ്ഥാനിന് അറഞ്ചം പുറഞ്ഞം തിരിച്ചടി എന്ന് പറഞ്ഞാൽ വ്യോമസേന മാത്രമേ ശരിക്കും പറഞ്ഞാൽ കരസേനയും അല്ലെങ്കിൽ നമ്മുടെ നേവിയും ആ ഓപ്പറേഷനകത്ത് വേണ്ട രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ആക്ട് ചെയ്തില്ല, വന്നിരുന്നതേ ഉള്ളൂ. കരസേന നമ്മുടെ ഈ ബോർഡറിൽ സേന സജ്ജമായിരുന്നു. പിന്നെ ചില വിഷയങ്ങൾക്കകത്തല്ലോ ശരിക്കും വ്യോമസേന മാത്രം ആക്ട് ചെയ്ത ഒരു യുദ്ധമായിരുന്നു അത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഇത് കഴിഞ്ഞിട്ട് ഈ എല്ലാവരെയും സന്തോഷിപ്പിക്കും തോളത്തെ കേടാനൊക്കെ പ്രധാനമന്ത്രി പോയി നേരിട്ടാണല്ലോ അവർക്കെല്ലാം ആശ്വാസം പോയത്. ഈ നേവിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മേൽ ഏറ്റവും മുകളിലിരിക്കും ചീഫിൻ്റെ അടുത്ത് പറഞ്ഞ് സമാധാനിക്കും, നമുക്ക് ഇനി മാർഗം അടുത്തതിന് നമുക്ക് അവസരം തരാം. എന്താ സത്യം പറഞ്ഞ സമാധാനിക്കും, അടുത്തതിന് അവസരം തരാം. അന്ന് ഇവരുടെ കപ്പൽ വരുന്ന കണ്ടുകൊണ്ട് അന്ന് ഈ പറയുന്ന പോലെ അവന്മാരുടെ കപ്പൽ പട എടുത്തുകൊണ്ട് ഓടിക്കളഞ്ഞു, എന്നിട്ട് കൊണ്ടുവന്ന് സേഫ് സോണിൽ ഇട്ടത്. അപ്പം ഈ പറഞ്ഞു വന്നിട്ട് ഇപ്പം ഇവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എന്തിൻ്റെ കാരണം കൊണ്ടാണെന്ന് അറിയത്തില്ല, നമ്മൾ കഴിഞ്ഞില്ലേ വ്യോമസേന മേധാവിയായിരുന്നു കളം പിടിച്ചിരിക്കുന്നത്. കാരണം അവർക്കേ പറയാനുള്ളൂ, ഞങ്ങൾ ആദ്യം കഴിഞ്ഞു ഇന്നാൾക്കൊരു ദിവസം പറഞ്ഞു ഞങ്ങൾ ഇതുപോലെ ഇന്ന സ്ഥലങ്ങൾ മൊത്തവും തകർത്തു. ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയില്ല, ഈ വിമാന ലിസ്റ്റ് എടുത്ത് അന്ന് വിമാനങ്ങളുടെ കാര്യം പറഞ്ഞു, ഇത്രണ്ണം തകർത്തു, ഇന്നതുപോലെ ഇത്ര ഗുഡ്സ് ഉണ്ടായിരുന്നു, അതിനകത്ത് ഇത്ര നിരീക്ഷണ വിമാനം ഉണ്ടായിരുന്നു, ഇത്ര. ഇപ്പം ഈ പ്രാവശ്യം വന്നിട്ട് പാകിസ്ഥാൻ തകർത്ത വിമാനങ്ങളുടെ ലിസ്റ്റ് എടുത്തിട്ട് ചൈനയുടെ ഇത്ര, J-17 ഇത്ര, അല്ലെങ്കിൽ J-16 ഇത്ര, ഇങ്ങനെ പറയുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇപ്പൊ ഇന്നലെ നമ്മുടെ വ്യോമസേനയുടെ 93-ാം വാർഷിക ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് അത്താഴ വിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ അത്താഴ വിരുന്നിൽ നമ്മളീ പറയാം നമ്മൾക്ക് ഭയങ്കര സന്തോഷമില്ലേ. അപ്പോൾ നമുക്ക് മാത്രമല്ല ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർക്ക് അവർക്ക് ഒരു പ്രവൃത്തി ചെയ്തിട്ട് അതിൻ്റെ ഒരു വിജയം എന്ന് പറയുമ്പോൾ മാത്രമല്ല ഇവന്മാരോട് എന്തോ ഒരു അരിശമായിരിക്കും പട്ടാളക്കാർക്ക്. അപ്പം ആ ഒരു ഇത് തീർക്കുമ്പോൾ ഇവർ ഏതെല്ലാം രീതിയിൽ ആഘോഷിക്കാം അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ സൈലൻ്റ് ആയി, ഇപ്പം ശരിക്കും പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം അടിക്കാൻ അവർ തയ്യാറാകുന്നു, എന്നാൽ വാടാ കാണിച്ചു തരാമടാ എന്നുള്ള രീതിയിൽ ശരിക്കും പ്രകോപനം നടക്കും. ഇപ്പം ഇന്നലെ ഇതിനകത്ത് വാർഷികാഘോഷത്തിൻ്റെ ഈ അത്താഴ വിരുന്നിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇവന്മാരെ മേശപ്പുറത്താക്കി. ഈ പാകിസ്ഥാനെ നമ്മൾ പറയത്തില്ലേ, പാകിസ്ഥാനെ നിന്നെ അങ്ങ് കൂട്ടാൻ വെച്ച് കൂട്ടുമെന്ന് പറയത്തില്ലേ, കൂട്ടാൻ വെച്ച് കൂട്ടി ഇന്നലെ. എന്നുവെച്ചാൽ ഇവർ തകർത്ത ഓരോ പ്രശ്നം റാവൽപിണ്ടി തകർത്തല്ല, അതിന് റാവൽപിണ്ടി ചിക്കൻ ടിക്ക, ഒരു ചിക്കൻ്റെ ഐറ്റത്തിന്റെ പേര്, അതുപോലെ ചിക്കൻ ടിക്ക മസാല, അതുപോലെ ബഹാവത്പൂർ നാൻ ഒക്കെ വടക്കേ ഇന്ത്യയിലുള്ള സാധനമായിരിക്കും. അതുപോലെ റിഫീക്ക് ററ മട്ടൻ, കൊലാരി മരി മെത്തി മസാല, മെത്തി മസാല, നമുക്ക് സർഗോദ ദാൽ മക്കിനി, മനസ്സിലായില്ലേ. അതുപോലെ ഒരുത്തരുണ്ടല്ലോ താടിക്കാരൻ ബഹാവൽപൂർ മസൂർ അൻസരിയോ, അവന്റെ കുടുംബത്തെ മൊത്തം തകർത്തായിരുന്നല്ലോ. അവൻ മാത്രമേ ഉള്ളല്ലോ ഇപ്പൊ വെളിയിൽ. അവൻ ഈ ഇടയ്ക്ക് അവിടെ എവിടെയും വന്ന് പാത്തിരിക്കുന്നതിന്റെ കൂടുതൽ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലുണ്ടെന്ന് പറഞ്ഞാൽ അവിടുന്ന് വീണ്ടും ഇന്ത്യ രഹസ്യാന്വേഷണം പോവാ, ഇന്ത്യ ടുഡേക്ക് അത് റിപ്പോർട്ട് അവനോട് കിട്ടുക. അവന്റെ അവിടെ തകർത്തതിൻ്റെ ആയിട്ട് അവന് അതിനു വേണ്ടി ബഹാപൂർ നാൻ ഒരെണ്ണത്തിന് പേരിട്ടേക്കുന്നതാ ഇവന്റെ. അതുപോലെ തന്നെ മധുര പലഹാരങ്ങൾക്ക് ഒരു പേര് നൽകിയിട്ടുണ്ടായിരുന്നു. അത് ബാലക്കോട് ആക്രമണം തൊട്ട് തകർത്ത ഇവരുടെ കേന്ദ്രങ്ങളും ഭീകര കേന്ദ്രങ്ങളുടെ ഒക്കെ പേരുണ്ട്. എന്നിട്ട് ബാലക്കോട്ട് അത് തുറാമാസു, തുരാമാസു, അവിടുത്തെ പേരൊക്കെ പേരാ. മുസാബത്ത്, തുൽഫി, ഫലൂദ, ഫലൂദയൊക്കെ ഉണ്ട് ഈ വടക്കേ ഇന്ത്യയിൽ, ഇല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട് ഫലൂദ. അത് മുർദിക്ക, മീട്ടാപ്പാൻ, ഈ ലക്ഷറിന്റെ കേന്ദ്രമായിരുന്നു ഈ മുർദിക്ക, മനസ്സിലായില്ലേ, അവരുടെ കേന്ദ്രം അവിടെയൊക്കെ അടിച്ചത്. അപ്പൊ ഇതേ രീതിയിൽ അതായത് ഇത് കേൾക്കുമ്പം ഉണ്ടാകുന്ന ഒരു പ്രകോപനം, ഇതിപ്പം വലിയ വാർത്തയാണ് ദേശീയ തലത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നേക്കും. കാരണം അവിടെ നടന്ന അത്താഴ വിരുന്ന് അല്ലെങ്കിൽ പരിപാടിയിൽ അറിയത് എത്രയോ ദിവസങ്ങൾ എന്തെല്ലാം പക്ഷേ അത്താഴ വിരുന്നിന് ഇന്ന പേരിട്ടു എന്ന് പറയുമ്പോൾ, അതായത് ഉമാർ പറയുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ വന്നൊരു ഭ്രാന്തൻ ഒരു അവിടെ തകർത്തു ഇവിടെ തകർത്തു. ഇവർ പറയുന്നതിനപ്പുറം നമ്മുടെ ഈ വീട്ടിലെ കൊച്ചു പിള്ളേരെ അറിയത്തില്ല, ഈ 1 വയസ്സ് 2 വയസ്സൊക്കെ ഇപ്പം ഉള്ള പിള്ളേരെങ്ങനെ, ഇപ്പം നമ്മൾ പൊടി അന്നേരം അവനും പറയും പൊടി, നമ്മളെ പോടാന്നായിരിക്കും വിളിക്കുന്നത്, പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ 7 വിമാനം തകർത്തു, അവിടെ കുത്തിയിരുന്നു പറയാം ഞങ്ങൾ 7 വിമാനം തകർത്തു. UN പോയി പ്രധാനമന്ത്രി ഞങ്ങൾ 7 വിമാനം, ഞങ്ങൾ 7 വിമാനം തകർത്തു. നമ്മള് വ്യോമസേനയുടെ നമ്മൾ പറയുന്നത് 9 ഇടത്ത് തകർത്തു. സാറ്റലൈറ്റ് ചിത്രമുള്ള ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുക, നമ്മൾ വ്യോമത്തെ കേന്ദ്രങ്ങൾ തകർത്തു, ഇന്ന് ഞങ്ങൾ അവിടെ എല്ലാം തകർത്തു. അതാ ഇത് അവരുണ്ടാക്കിയത് പഴയ ചിത്രങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ആദ്യം പറഞ്ഞത്, അത് ചീറ്റിപ്പോയി. അത് അവിടത്തേക്കാപ്പാ, മനസ്സിലാവുന്നില്ല, അത് ലോകത്ത് നടക്കത്തില്ല. ഇത് കാണിച്ചതെന്ന് പറഞ്ഞാൽ എവിടാന്നറിയോ, ഈ പടം കാണിച്ചത് നമ്മുടെ ഈ വടക്കേ ഇന്ത്യ സംസ്ഥാനങ്ങളിൽ ഈ
ഇതുണ്ടല്ലോ, ഈ മതപരിവർത്തനത്തിന് വരുന്ന ആൾക്കാരുണ്ടല്ലോ, മതപരിവർത്തനത്തിന് വരുന്ന ഇപ്പം ഞാൻ ഈ അതിന്റെ പേരെന്തോ, അതിന്റെ പ്രത്യേകം പേര് പറയും, ഈ അമേരിക്കയിൽ ഇപ്പോൾ ട്രംപിന്റെ ഒക്കെ ഒരു മതം ഉണ്ടല്ലോ, ഈ ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റ്, അവർ മതപരിവർത്തനം നടത്തുന്നത് എങ്ങനെ? അവർ മതപരിവർത്തനം നടത്തുന്ന ഈ സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലും. സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലും എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ബോധമൊന്നുമില്ല, കഷ്ടബാധങ്ങൾ, വിദ്യാഭ്യാസമൊന്നുമില്ല. നമ്മൾ കാണിക്കുന്നതൊക്കെ അവരൊക്കെ ഇപ്പം ദൈവം എന്ന് പറയുന്നത് ഹിന്ദു ദൈവങ്ങളെ കുറ്റപ്പെടുത്തിയാലല്ലേ ഹിന്ദു ആചാരപ്രകാരം നിൽക്കുന്നവർക്ക് ഈ ദൈവമാണല്ലോ ശക്തി എന്ന് വിചാരിക്കുന്നതാണല്ലോ അവരുടെ പ്രശ്നം. അപ്പോൾ അതല്ല ശക്തി, ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരേ വലിപ്പമുള്ള ഈ പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, ഒരേ വലിപ്പമുള്ള രണ്ട് ഹിന്ദുവിൻ്റെയും ക്രിസ്തുവിൻ്റെയും രണ്ട് പടം ഉണ്ടാക്കി കൊണ്ടുവരും. അപ്പോൾ രണ്ടും കണ്ട ഒരു വലിക്ക്, ഒരെണ്ണം പൊങ്ങ് തൊടിക്കകത്ത് വെക്കും, ഒങ്ങ് കല്ലിനകത്ത് വെക്കും. കണ്ട ദൂരെ നിന്ന് കാണിക്കാണ്ട് ഇത് കൃഷ്ണനാണല്ലോ, ഇത് യേശു ആണല്ലോ, നമ്മൾ ഏത് ദൈവത്തിൻ്റെ ശക്തി ഇപ്പം നിങ്ങളെ നേരിട്ട് കാണിച്ചു തരാം, വെള്ളത്തിലോട്ടിടും, കൃഷ്ണനില്ല കല്ലായിട്ട് താന്നു പോകും, മറ്റേത് പൊങ്ങിക്കിടക്കും. ഇതുപോലെ അവന്മാരെ അവിടെ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി. അവിടെ കിടക്കുന്ന ഓരോ ദോഷികൾക്ക് ഇന്ത്യ അടിച്ചെന്ന് പറഞ്ഞില്ലേ അവന്മാരെ പണ്ടാറുടങ്ങി കൊല്ലും. അതിന് അവിടെ പറഞ്ഞ് ഒരു പടമൊക്കെ കാണിച്ചു, ഏത് പടമാണെന്ന് നമുക്ക് ആർക്കറിയാം? മനസ്സിലല്ലേ? കൊന്നിട്ട് പ്രധാനമന്ത്രി മറ്റേ ഇല്ല രാത്രി കിടന്ന് ഉറങ്ങി മുള്ളിയവനായി ഈ മറ്റവൻ അവൻ്റെ പെണ്ണും പിള്ളേയും പിള്ളേരെയും എല്ലാം കൂടെ ഇവിടെ പ്രധാനം അടിക്കുമെന്ന് പറഞ്ഞ് അന്ന് തൊട്ട് ഇംഗ്ലണ്ടിൽ കൊണ്ടുവച്ചു. അല്ലെ മുനീർ എന്ന് പറഞ്ഞു. ഈ സമയത്തെങ്ങാണ് നിങ്ങളാരെങ്കിലും കണ്ടായിരുന്നോ മുനീറിനെ? ഇല്ല. നമ്മൾ ഇതിന് ശേഷം നമ്മൾ ഓരോ ദിവസവും വന്നിരുന്നു നമ്മുടെ 3 സൈനിക തലവന്മാരുടെ കൃത്യമായിട്ട് എവിടെയൊക്കെ അടിക്കും എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവന്മാർ ആരെങ്കിലും ഒരു പത്രസമ്മേളനം നടത്തി കണ്ടായിരുന്നു? എങ്ങുമില്ല. എല്ലാം ശാന്തമായി അമേരിക്കയിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ യുദ്ധം നിർത്തിയെന്ന് ബോധ്യമായിട്ട് 3 ദിവസം കഴിഞ്ഞ് അവൻ വെളിയിലിറങ്ങി. അവനെ അവിടെ പോയി പടം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് ഇപ്പം ഈ നമ്മൾ പറയുന്നതെല്ലാം തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക ലോകത്തെല്ലാവർക്കും അറിയാം. UN പോയി പോലും പറഞ്ഞു. UN പറയുന്ന ഈ വാർത്ത പാകിസ്ഥാനിൽ കാണണം. അതുപോലെ റഷ്യൻ പ്രധാന പുടിൻ വന്നപ്പോൾ അതിന്റെ സൈഡിൽ കൂടെ ഓറഞ്ചായിരുന്നു നടന്നിട്ടില്ലേ? നമ്മുടെ ഈ പിണറായി വിജയനൊക്കെ പോകുമ്പോൾ സാധാരണ CPM ഒക്കെ പ്രവർത്തകർ നിങ്ങൾ ദൂരെ മാറി നടന്നിട്ട് ഫോട്ടോ എടുത്തേക്കണേ അല്ല, ഇത് എന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. സത്യം, ഞാൻ തമാശ പറഞ്ഞില്ല. എന്നിട്ട് നാട്ടിൽ നിന്നുണ്ടെ പിണറായിയുടെ കൂടെ ഫോട്ടോ എടുത്തു. അത് നടക്കുന്നില്ല. നമ്മള് പ്രധാനമന്ത്രിയുടെ പോലും അങ്ങനെ പോലും എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുള്ള പരിപാടിയായി ഇവന്റെ. അപ്പൊ ആ സമയത്ത് ഇവനെ പ്ലേറ്റിലാക്കി നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവനെ ഇപ്പോഴത്തെ അവസ്ഥയിലെന്ന് പറഞ്ഞാൽ ഇവൻ അവിടെ എവിടെയും കോപ്പ് കൂട്ടുന്നുണ്ട്, വെല്ലുവിളി നടത്തുന്നുണ്ട്. അതൊക്കെ ലോകത്തിനറിയാം എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ ലോകത്ത് എവിടെ ഇരുന്നാലും കാണാൻ പറ്റുന്ന രീതിയിലൊക്കെ സംവിധാനം അമേരിക്കയ്ക്കും ചൈനയ്ക്കും അല്ലെങ്കിൽ ഈ മറ്റെല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. ഇല്ലാത്തവർക്ക് നമ്മളിപ്പം ഈ സാറ്റലൈറ്റ് സംവിധാനം അല്ലെങ്കിൽ അന്വേഷിക്കാൻ പറ്റാത്തവർക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ പൈസ കൊടുത്ത് മേടിക്കണം. ഇപ്പൊക്കെ അറിയാം. അപ്പൊ ഈ പ്രകോപനം എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതലൊന്നും കളിയാക്കാനൊന്നുമില്ല. നമ്മൾ ഈ ഇതിനെ അടിക്കാലും നമ്മൾ കുറേ നടന്ന് കളിയാക്കത്തില്ല. ഇപ്പൊ ഇവന് ഈ പറയുന്നതിന് അല്ലെങ്കിൽ അവിടെ ഇവിടെ ഇന്നലെയും പറഞ്ഞ് ഞങ്ങൾ അടിച്ചു, ഇന്നും പറഞ്ഞ് ഞങ്ങൾ അടിച്ചു, അവിടെ ഇവിടെ വിമാനം തകർത്തു എന്നൊക്കെ പറയുന്നതിന് പകരമായിട്ട് ഇങ്ങനെ ഓരോ പ്രദേശം ഡോട്ട് ഇത് കാണുമ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ റീൽസ് ആയിട്ടും ട്രോൾസ് ആയിട്ടും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? പിന്നെ ഉറപ്പായിട്ടും വരും. ഇപ്പൊ തന്നെ ഇവന്റെ ഈ മസ്തൂദ് അൻസർ എന്ന് പറഞ്ഞ ഒരു വലിയ ഭീകരനുണ്ടല്ലോ, ഇവിടുത്തെ വലിയ ആളോ. അവന്റെ വീട്ടിൽ ഇനി അവൻ മാത്രമേ ഉള്ളൂ. ഉണ്ടാക്കി വെച്ച സമ്പത്തും പോയി, പിള്ളേരും എല്ലാം പോയി, കൊച്ചുമക്കളും എല്ലാം പോയി. അപ്പൊ ഇവനൊക്കെ ഇത് കാണുമ്പോൾ വീണ്ടും ആടിക്കണമെന്ന് ആഗ്രഹമുണ്ടല്ലോ. പണ്ടൊരു വയൽമാൻ പറഞ്ഞ പോലെ വയൽമാൻ അടിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ആൾക്കാരെല്ലാം കൂടെ താങ്ങിയെടുത്ത് വീട്ടിൽ കൊണ്ട് കിടത്തി. അന്നേരം ഈ പെണ്ണുമ്പിള്ള വെച്ച് എന്താ വെച്ചേട്ടാ നിങ്ങൾ ഭയങ്കര വയൽമാനാന്ന് പറഞ്ഞിട്ട് ഈ ഒരവസ്ഥ നിലത്ത് നിർത്തിയിട്ട് വേണ്ടേ അടിക്കാൻ എന്ന് പറഞ്ഞ പോലെ നിലത്ത് നിർത്തിയാ ചുവട് എടുക്കണമെങ്കിൽ നിലത്ത് നിർത്തണ്ടേ. ഇപ്പം നിലത്ത് നിർത്തിയിട്ടില്ല പുള്ളി എന്ന് പറഞ്ഞാൽ ഇപ്പം പാകിസ്ഥാൻ്റെ അവസ്ഥ. അടിയും കൊടുത്തു. നമ്മൾ മിണ്ടായിരുന്നു, നമ്മൾ മര്യാദയ്ക്ക് മിണ്ടായിരുന്നു. നമ്മൾ ജനറൽ ഒരു കാര്യം പറഞ്ഞു, ഇവർ അവിടെ നിന്ന് പകർത്തു, ഇവിടെ നിന്ന് തകർത്തു, നാളെ ഞങ്ങൾ കാണിച്ചു തരാം, മറ്റന്നാൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെ നിന്ന് കോക്കറി കുത്തിക്കൊണ്ടിരിക്കുക. അതിനുവേണ്ടി അവരെങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുക? കാരണം ഇവർക്ക് ഈ ഒരു പരിധിക്കുള്ള അധികാരം മാത്രം, അല്ലെങ്കിൽ ഇന്നത് മതി എന്ന് പറഞ്ഞ് നിർത്താൻ പറഞ്ഞിട്ട് ഇവരുടെ കയ്യിലോട്ട് മാത്രം കൊടുക്കുന്നുണ്ടല്ലോ. ഇവരെ പാകിസ്ഥാനിൽ പോയി അവനെ മൊത്തം കൊന്നിട്ട് തിരിച്ചു വരും. പണ്ട് ഏൽപ്പിച്ചിട്ടുള്ള നമുക്ക് ഈ കാലമല്ലാത്ത കാലത്ത് ചില കമാൻഡോസിനെ ഏൽപ്പിച്ചിട്ട് പണ്ട് ഇവിടെ കയറി 10 പേരുടെ തലവെട്ടി, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നത്, തലവെട്ടി ഈ ഒരു ചരിത്രമാണ്. നമ്മുടെ തലവെട്ടി വികൃതമാക്കി നമ്മുടെ അതിർത്തിയിലും കണ്ട് കയറി ഒന്നിനും തിരിച്ചടിക്കാൻ പറ്റത്തില്ലല്ലോ. പണ്ട് നമ്മുടെ അയക്കാരൻ്റെ കൂട്ടുള്ള പ്രതിരോധ മന്ത്രി എന്താ ലഡാക്കിലെ റോഡ് നന്നാക്കുക? ലഡാക്കിലെ റോഡ് നന്നാക്കിയാലേ അത് ചൈനക്കാരൻ നമ്മളോട് ദേഷ്യം വരത്തില്ലയോ? അന്നേരം ചൈന കയറി ആക്രമിക്കത്തില്ലയോ? അതാ പുള്ളി റോഡ് നന്നാക്കാൻ ഞാൻ അതിർത്തിയിലെ റോഡ്. അതെ, അതുകൊണ്ട് ഇപ്പൊ ആ റോട്ടിൽ കൂടി മോദി നെഞ്ചും വിരിച്ച് നടക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ അന്നൊരു പട്ടാളക്കാരൻ പുള്ളിയുടെ റിസ്കില് പോയി പാകിസ്ഥാനിൽ കയറിയിട്ട് ഏതാണ്ട് തിരിച്ചു വന്നിട്ട് ചോദിച്ചു എത്ര പേരെ കൊന്നു? 30 പേരെ കൊന്നു. എന്തോ തെളിവന്ന് ചെവി 30 പേരുടെ ചെവി 60 ചെവിയും കൊണ്ടാണ് പുള്ളി വന്ന്. അല്ലെങ്കിൽ ഇവന്റെ എല്ലാം 30 എണ്ണത്തിന്റെ ബോഡി എടുത്തുകൊണ്ട് വരാൻ പറ്റും. അങ്ങനത്തെ രാജ്യസ്നേഹികൾ ഉണ്ടായിരുന്ന കാലം. അവർക്ക് ആ രാജ്യസ്നേഹികളെ ആ രാജ്യത്തിന് താല്പര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി അനുവദിക്കാത്ത ഗവൺമെന്റ്,
അല്ലെങ്കിൽ അതിന് നട്ടലില്ലാത്ത ഭരണാധികാരികളായിരുന്നു. ആ സ്ഥാനത്താണ് ഇപ്പോൾ ഇത്. ഇപ്പം ഞാനീ പറഞ്ഞത് ഓപ്പറേഷൻ ശേഷം നിർത്താനാണ് പറഞ്ഞു. ഇവരെ ഇപ്പം ഈ രീതിയിൽ ഇങ്ങനെ കലികൊണ്ട് നിൽക്കുക. ഒന്നുകൂടെ അടിച്ചിട്ട് ചുമ്മാ അടിച്ചിട്ട് വരാൻ പറയാല്ല, അവർ കയറി അടിച്ചിട്ട് വരും. കാരണം അവർക്കറിയാം ഇതിന്റെ സെറ്റപ്പ് ഉണ്ട്, ഇവനെ തീർത്തിട്ട് വരാം ആ രീതിയിലേക്ക്. ഇപ്പൊ ഇപ്രാവശ്യം പാകിസ്ഥാനെ നമ്മൾ ഫ്രൈ ആക്കി കഴിച്ചു എന്നാണ് ഈ വാർത്തയിൽ നമുക്ക് മനസ്സിലാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.